നമസ്കാരം, എൻ്റെ പേര് ശാന്തി ശേഖർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേര് പള്ളിപ്പാളയം ചിക്കൻ, സിന്താമണി ചിക്കൻ എന്നും പറയും ഇതിന്. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങ ഇങ്ങനെ വലിയ വലിയ പീസായിട്ട് കൊത്തി എടുത്തത്, ഇത് ചിക്കൻ ബോൺലെസ് ചിക്കൻ പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്, ഇത് ചെറിയ ഉള്ളി എത്രയും കൂടുതൽ ചേർക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. എൻ്റെ മോൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. ഇത് കരിവേപ്പില, ഇത് വറ്റൽമുളക് കുരു കളഞ്ഞിട്ട് എടുക്കണം. ഇതാണ്ടെങ്കിൽ കുരു ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. കുരു ഇല്ലാത്ത വറ്റൽമുളക് ഇങ്ങനെ പിച്ചി എടുത്ത് വെക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, എണ്ണ. നമുക്കിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് മതി. ഇപ്പോൾ എണ്ണ ചൂടായി. ആദ്യം ഈ വറ്റൽമുളക് ഇത് ഒന്ന് ചൂടാകുമ്പം കറിവേപ്പില, ചെറിയ ഉള്ളി, പിന്നെ ഈ തേങ്ങ പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർക്കാം. എനിക്കിങ്ങനെ വലുതായിട്ട് ഇടുന്ന ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കുറച്ച് വലിയ പീസ് ചേർത്തത്. ഇത് നല്ലപോലെ വഴറ്റിയിട്ട് കാണിക്കാം. ഇതിപ്പം നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ കുറച്ച് ഉപ്പ്. അപ്പം ഈ ചിക്കൻ ചേർക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു അടപ്പിട്ടിട്ട് അടച്ച് വയ്ക്കാം. ഇത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം. ഇതിപ്പം ഒരു 2-3 മിനിറ്റായി. ചിക്കനിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്നിട്ട് ചിക്കൻ ഹാഫ് കുക്ക്ഡായി. ഇനി ഇങ്ങനെ ഒരു ഇളക്കിയിട്ട് പിന്നെയും അടച്ച് വയ്ക്കാം. ഇത് അധികം മസാല ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ലതാണ്. എണ്ണയും തീരെ കുറവ്. അപ്പം അടച്ച് വെച്ചിട്ട് ഇനി ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പീസിൽ ഇങ്ങനെ വെട്ടി നോക്കിയപ്പം ഇത് കട്ടാവുന്നു. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പം പാത്രം തുറന്ന് വെച്ചിട്ട് കുറച്ച് ഈ വെള്ളം വറ്റിച്ച് കുറച്ച് ഡ്രൈ ആക്കാം. ഉപ്പിടുമ്പം സൂക്ഷിച്ചിടണേ. എന്ന് വെച്ചാൽ ഇതിൽ ടൊമാറ്റോയോ വേറെ മസാലയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഉപ്പ് തീരെ കുറവായിട്ട് ഇട്ടാൽ മതി. ഞാൻ കുറച്ച് ഉപ്പ് കൂടിപ്പോയി ഇന്ന്. ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി. ഇപ്പം തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് കാണിക്കാം. ഇപ്പം ഇത് നല്ലതുപോലെ ഡ്രൈ ആയി. ഇനിയും കൂടെ ഡ്രൈ ആക്കണമെങ്കിലും ആക്കാം. തേങ്ങയിൽ നിന്ന് ഓയിൽ ഇറങ്ങും, അതുപോലെ ചിക്കനിൽ നിന്ന് ഓയിൽ ഇറങ്ങും. അതുപോലെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ ഓയിൽ എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ഡ്രൈ ഫ്രൈ ആക്കാം. ഇത് ഒന്ന് CDF എന്നാക്കാം, നമുക്ക് പേര് വയ്ക്കാം. CDF, ചിക്കൻ ഡ്രൈ ഫ്രൈ. പക്ഷേ ഇത് ഡ്രൈ ആക്കുന്നത് പൂജാക്കുട്ടിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ ഒന്ന് വെള്ളം എല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആകുമ്പം ഞാൻ ഓഫ് ചെയ്യാം. അപ്പം ഇത് അടുപ്പ് ഓഫ് ചെയ്യാം. റെഡിയായി. ഇപ്പം പൂജാക്കുട്ടിക്ക് നമുക്ക് കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഇത് ഹൈലൈറ്റ് ഈ തേങ്ങ ചില്ല്. അടിപൊളി, നൈസ്. എത്ര മാർക്ക് കിട്ടും? 10 on 10. എൻ്റെ ഫേവറേറ്റ് ഡിഷാണ്. ഇത് മാത്രം മതി വിത്ത് റൈസ്. കുറച്ചുകൂടി ഇറ്റ് ക്യാൻ ബി സ്പൈസി ആൻഡ് സോൾട്ടി. സാൾട്ടിയാ? കുറച്ചും കൂടി ഫോർ റൈസ്. എൻ്റെ ദൈവമേ, ഞാൻ സാൾട്ട് കൂടുതലാണെന്നാണ് വിചാരിച്ചത്. ഇല്ല. ഓ, രക്ഷപ്പെട്ടു. ഉഗ്രനാണോ? അടിപൊളി. വീഡിയോ കണ്ടായിരുന്നോ? നല്ലതാണെന്ന് പറഞ്ഞ് റിവ്യൂവും കിട്ടി. കുറച്ച് എരിവ് കുറവാണെന്ന് മോള് പറഞ്ഞു. കുറച്ച് 2-3 വറ്റൽമുളകും കൂടെ പിച്ചിയിടാം. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ശാന്തിയുടെ മലയാളം കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു, എന്തിനാ നിർത്തിയത് എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മലയാളത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് തമിഴ്നാട്ടിലെ ഫേമസ് ഡിഷാണ്. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.